നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q&B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. ഹെയർ ഫാൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ട ചില പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് ആളുകൾക്കുള്ള കൺസേൺ ആണ് മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത്. ചില ആളുകൾക്ക് ചില ക്ലൈമറ്റ് ചേഞ്ചിലും മുടി കൊഴിച്ചിൽ ഉണ്ടാവാറുണ്ട്. പെട്ടെന്ന് തണുത്ത കാലാവസ്ഥയൊക്കെ സ്റ്റാർട്ടാവുന്ന സമയത്ത് പലർക്കും മുടി കൊഴിച്ചിൽ നല്ല രീതിയിൽ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ബോഡിയിനകത്ത് ചില വിറ്റാമിൻസ് കുറവാണ് എന്ന് ബോഡി കാണിക്കുന്ന ഒരു ലക്ഷണം കൂടിയാണ് അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിൽ. അപ്പം അത്തരം വിറ്റാമിൻസ് ഏതൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ വിറ്റാമിൻ ഡി വലിയൊരു കാരണക്കാരനാണ്. വിറ്റാമിൻ ഡി നമ്മുടെ ശരീരത്തിനകത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിലുണ്ടായിരിക്കാം. അതുപോലെ തന്നെയാണ് വിറ്റാമിൻ B12 എന്ന് പറയുന്നത്. ഈ B12 കുറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ മുടി കൊഴിച്ചിലും ഉണ്ടാവും. അതുപോലെ തന്നെ ഒരുപാട് വേറെ കണ്ടീഷൻസും ഉണ്ട്. നമ്മുടെ നെർവ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ വിറ്റാമിൻ B12 കുറഞ്ഞു കഴിഞ്ഞാലും ഉണ്ടാവാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതലായിട്ടും നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്നത് വിറ്റാമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാലാണ്. അതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ളൊരു മിനറലാണ് അയൺ പറയുന്നത്. അതുപോലെ തന്നെ കോപ്പർ ആയിക്കോട്ടെ, സിങ്ക് ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മുടെ ബോഡിനകത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിൽ വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പം ഇത്തരം മിനറൽസ് റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ നിങ്ങൾ കഴിക്കുക. അപ്പം അമിതമായിട്ട് മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് പോയിട്ട് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നത് നമ്മൾ പലരും മടിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾ മടിക്കുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ മടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമ്മൾ ഭക്ഷണം ഒന്ന് കഴിച്ചു നോക്കുക. ഈ പറയുന്ന അയൺ റിച്ച് ആയിട്ടുള്ള ഇപ്പോൾ അനീമിയ അല്ലെങ്കിൽ വിളർച്ച ഉള്ള ആളുകളിൽ നല്ല രീതിയിൽ തന്നെ നമ്മൾ മുടി കൊഴിച്ചിൽ കാണിക്കാറുണ്ട്. അപ്പം നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക. HB നമുക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ ഫെർറ്റിൻ നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ അത് റിച്ച് ആയിട്ടുള്ള ഫുഡുകളൊക്കെ ഒന്ന് കഴിച്ച് നോക്കുക. വളരെ കുറവാകുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ നല്ല രീതിയിലുള്ള സിംറ്റംസ് കാണിക്കും. അതായത് ഇപ്പം രക്തക്കുറവ് ബോഡിയിൽ നല്ല രീതിയിൽ കാണിക്കുകയാണെങ്കിൽ നമുക്ക് കൈകാലുകൾക്കൊക്കെ ഒരു വിറയൽ അല്ലെങ്കിൽ ഒരു തണുപ്പ് അനുഭവപ്പെടുക, ശരീരത്തിൽ മൊത്തമായിട്ടൊരു വിളറിയ ലുക്കായിരിക്കും. ഇപ്പോൾ ഫേസിലോട്ട് നോക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ഫേസിലൊക്കെ ഒരു വിളറിയ ലുക്ക്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പെയിൽനെസ് നമ്മുടെ നാവിൽ അല്ലെങ്കിൽ നഖത്തിലൊക്കെ ഒരു പെയിൽ കളറിലായിട്ട് നമ്മൾ ഈ ഒരു ഏരിയ ഒക്കെ കാണുന്നതായിരിക്കാം. ഇതൊക്കെ അനീമിയ ഉള്ള ആളുകളിലാണ്. വെയിറ്റ് വല്ലാണ്ട് കുറഞ്ഞു പോവുക, അതുപോലെ തന്നെ ഒരു ഓക്കാനം പോലെ വരിക, അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിൽ, മസിൽ പെയിൻസ്, മസിൽ വേദന, നമുക്ക് മസിൽ പെട്ടെന്ന് കോച്ചി പിടിക്കുക, ഇത്തരം പ്രശ്നങ്ങളൊക്കെ അനീമിയ ഉള്ള ആളുകൾ കാണിക്കാറുണ്ട്. അപ്പം അതുപോലെ തന്നെയാണ് ഹെയർ ഫാൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സെയിം നമുക്ക് വിറ്റാമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോയിൻറ്റിനായിക്കോട്ടെ, എല്ലിന്, പല്ലിന് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വേദനകൾ വരിക, കുറച്ച് ദൂരം നടക്കുമ്പോഴേക്കാണ് നടുവേദന സ്റ്റാർട്ടാവുക. ഇതൊക്കെ ചിലപ്പം വിറ്റാമിൻ ഡി ഒക്കെ കുറയുന്നതിൻ്റെ ഭാഗമായിരിക്കാം. പക്ഷെ നമ്മൾ പലരും അത് ചെക്ക് ചെയ്യാനൊന്നും പോവാറില്ല. ചെക്ക് ചെയ്യാതിരുന്നാൽ നിങ്ങളത് ഭക്ഷണം കഴിച്ചിരിക്കണം. ചെക്ക് ചെയ്തില്ലെങ്കിലോ ചിലപ്പോൾ അത് വല്ലാതെ അങ്ങോട്ട് കുറഞ്ഞു പോവും. അപ്പോൾ നിങ്ങൾ ഫുഡും കഴിക്കുന്നില്ല ഇതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ ഫുഡ് കഴിച്ച് എങ്ങനെയെങ്കിലും വിറ്റാമിൻ ഡി ഒക്കെ കൂട്ടിയെടുക്കാൻ നോക്കണം. എന്നിട്ടും നിങ്ങൾക്ക് ഈ ലക്ഷണത്തിലൊന്നും ഒരു മാറ്റം ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടി വരും, സപ്ലിമെൻറ്റ്സ് കഴിക്കേണ്ടി വരും. പക്ഷെ അതൊരു ഡോക്ടറിൻ്റെ നിർദ്ദേശമില്ല, അതൊരിക്കലും വാങ്ങി കഴിക്കരുത്. അത് നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് നോക്കുക. അതായത് വിറ്റാമിൻ ഡി കൂട്ടേണ്ട ഫുഡുകളാണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പോൾ വിറ്റാമിൻ ഡി കുറയുമ്പോൾ നമ്മൾ മാനസികമായിട്ടും നമുക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവും. ഒരു കാരണമില്ലാണ്ട് നമ്മൾ ഡിപ്രഷനിലോട്ട് പോവുക, പലതും ആലോചിക്കുക, ഓവർ തിങ്കിങ് വരിക, ഇതൊക്കെ വിറ്റാമിൻ ഡി കുറയുന്ന സമയത്ത് ബോഡിയിൽ കാണിക്കുന്ന ലക്ഷണങ്ങളാണ്. അപ്പം നിങ്ങളത് റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. അപ്പോൾ വിറ്റാമിൻ ഡി കുറയാന്ന് പറയുമ്പോൾ നമ്മൾ മുട്ട കഴിക്കുന്നത്, മാംസം കഴിക്കുന്നത്, ഇപ്പോൾ ചിക്കൻ ആയിക്കോട്ടെ, ബീഫ്, മട്ടനൊക്കെ കഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വിറ്റാമിൻ ഡി നമ്മുടെ ബോഡിയിൽ കൂടും. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ലിവർ അല്ലെങ്കിൽ പാർട്സ് കൂടുതലായിട്ട് കഴിക്കുമ്പോഴൊക്കെ വിറ്റാമിൻ ഡി പെട്ടെന്ന് തന്നെ ബോഡിയിൽ കിട്ടും. അതുപോലെ തന്നെ പാൽ ഉൽപ്പന്നങ്ങൾ, നെയ്യ്, വെണ്ണ, ബട്ടർ, ഇത്തരം ഐറ്റംസുകൾ കഴിക്കുക. അതുപോലെ തന്നെ കാൽഷ്യം വേണം നമ്മുടെ ബോഡിയിൽ. ഇപ്പോൾ വിറ്റാമിൻ ഡി ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ കാൽഷ്യത്തിൻ്റെ ഡെപ്പോസിഷനൊക്കെ നടക്കുള്ളൂ. അപ്പോൾ ഇത് രണ്ടും ഒരുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് വേണം. അപ്പോൾ ഇതും കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡുകളും എന്ന് പറയുന്നത് ഈ പറഞ്ഞ പാൽ ഉൽപ്പന്നങ്ങൾ, മാംസം കഴിക്കുന്നത് വഴി, അതുപോലെ തന്നെ നട്ട്സുകൾ കൂടുതലായിട്ട് കഴിക്കുക, ഇലക്കറികൾ അല്ലെങ്കിൽ പച്ചക്കറികളൊക്കെ ധാരാളം കഴിക്കുക, ഫ്രൂട്ട്സുകൾ കഴിക്കുക. ഇതുവഴിയാണ് നമ്മുടെ ബോഡിയിലോട്ട് കൂടുതലായിട്ടും കാൽഷ്യം എത്തുന്നത്. അപ്പോൾ കാൽഷ്യവും വിറ്റാമിൻ ഡിയും ഒരുപോലെ തന്നെ നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യങ്ങളാണ്. അപ്പോൾ കാൽഷ്യവും അതുപോലെ തന്നെ ഫോസ്ഫറസും അത്യാവശ്യമാണ്. നമ്മുടെ ബോൺസിനാണെങ്കിലും പല്ലിനാണെങ്കിലും ഒക്കെ ഫോസ്ഫറസിൻ്റെയും കൂടി ഒരു ആവശ്യകത ബോഡിക്കുണ്ട്. അപ്പോൾ ഇത് രണ്ടും റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വിറ്റാമിൻ ഡി കിട്ടാൻ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം സൺലൈറ്റ് കൊള്ളുക, വെയിൽ കൊള്ളുക എന്നുള്ളൊരു കാര്യമാണ്. ഒരു 10 മണിക്കും 2 മണിക്കും ഇടയിലായിട്ടുള്ള സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൈകാലുകളിലൊക്കെ നന്നായിട്ട് വെയിൽ കൊള്ളിക്കാം. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് വിറ്റാമിൻ ഡി കിട്ടും. അപ്പോൾ ഒരു ഹെയർ ഫാളിന് 2 പ്രധാനപ്പെട്ട കോസ്, ഒന്ന് അനീമിയാണ്, മറ്റൊന്ന് വിറ്റാമിൻ ഡി കുറയുന്നതാണ്.
അടുത്തൊരു റീസൺ ഡാൻഡ്രഫാണ്, അമിതമായിട്ട് ഡാൻഡ്രഫ് വരുന്നത്. ഈ ഡാൻഡ്രഫ് വരാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് ശരിയല്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ ഗട്ട് ഹെൽത്തിൽ ഇംപ്രോപ്പർ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഡാൻഡ്രഫ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഈ ഗട്ട് ഹെൽത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ വായ മുതൽ നമ്മുടെ കുടൽ വരെ നീണ്ടു കിടക്കുന്നതാണ് ഗട്ട് എന്ന് പറയുന്നത്. ഈ ഗട്ടിലെ കാര്യങ്ങൾ പലതും ചേഞ്ചസ് ആവും. എങ്ങനെയാണ്? അവിടുത്തെ pH ഒക്കെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഒരുപാട് കെമിക്കൽസ് അല്ലെങ്കിൽ ഒരുപാട് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിരിക്കുന്ന ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വയറിന് ചിലപ്പോൾ അത് പിടിക്കണം എന്നില്ല. നിങ്ങളുടെ വയറിൻ്റെ അകത്തുള്ള pH കാര്യങ്ങളും മാറിക്കൊണ്ടേയിരിക്കാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്ത് വരാം? നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ മുടി കൊഴിച്ചിൽ, അതുപോലെ തന്നെ ഡാൻഡ്രഫിൻ്റെ പ്രശ്നങ്ങൾ, സ്കിൻ കംപ്ലയിൻസ് ഒക്കെ തന്നെ നമ്മുടെ ഗട്ടിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പം ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഫുഡ് ഐറ്റംസും കൂടി നിങ്ങൾ കഴിച്ചിരിക്കണം. ഇപ്പോൾ പഴങ്കഞ്ഞി കഴിക്കുന്നതോ അല്ലെങ്കിൽ ഫ്രൂട്ട് ജസ്റ്റ് പിക്കിൾ ചെയ്ത് ഉപ്പിലിട്ട് വെക്കുന്നതൊക്കെ, പിക്കിൾ ചെയ്യാന്ന് പറയുമ്പോൾ വിനാഗിരി യൂസ് ചെയ്യരുത്, ഫ്രൂട്ട് ജസ്റ്റ് ഉപ്പിലിട്ട് വെക്കുന്നതൊക്കെ തന്നെ നമ്മുടെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ആക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നല്ല നാരുകളുള്ള ഭക്ഷണങ്ങൾ കൂടി കഴിക്കണം. ഇപ്പോൾ പച്ചക്കായ കഴിക്കുന്നത്, അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ട് കഴിക്കുന്നത്, ഇപ്പോൾ ക്യാബേജ്, കോളിഫ്ലവർ ഒന്നും കഴിക്കുന്നത് കൊണ്ടൊന്നും വലിയ പ്രശ്നങ്ങളില്ല. കൃത്യമായിട്ടുള്ള അളവിൽ പ്രോപ്പറായിട്ട് കുക്ക് ചെയ്ത് കഴിക്കുക. അതുപോലെ തന്നെ ബീൻസ് കഴിക്കുന്നത്, വെണ്ടയ്ക്ക കഴിക്കുന്നത്, ഇതൊക്കെ തന്നെ നാരുകൾ കൂടുതൽ. അപ്പോൾ നാരുകൾ കൂടുതലുള്ള ഫുഡുകളും കൂടി കഴിക്കണം. അപ്പോൾ ഫ്രൂട്ട്സുകളിൽ നിന്നാണെങ്കിലും നമുക്ക് ഈ നാരുകൾ കിട്ടുന്നുണ്ട്. വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കാം. നന്നായിട്ട് വെള്ളം കുടിക്കുക. ഡാൻഡ്രഫ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആളുകൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ ഹെയർ കെയറും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ഗട്ട് ഹെൽത്ത് പോലെ തന്നെ നമ്മുടെ മുടി നന്നായിട്ട് കെയർ ചെയ്യാം. ഓവറായിട്ട് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ടൈറ്റായിട്ട് പിൻ ചെയ്ത് പോവുക, അല്ലെങ്കിൽ കുളിച്ച പാടെ തല കെട്ടിയിട്ട് പോവുക, ഇവിടെയൊക്കെ നന്നായിട്ട് എന്ത് ഫോം ചെയ്യും? താരൻ ഫോം ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ സ്വയം ശ്രദ്ധിക്കണം. ഇപ്പോൾ താരനുണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ ഒരുപാട് ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ താരൻ പോവില്ല. അപ്പോൾ ഉള്ളിലുള്ള കാര്യം കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാലേ നമുക്ക് ഈ താരൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് കൂടുതലായിട്ടും ഹെയർ ഫാൾ ഉണ്ടാവുന്നത്. അപ്പം മുട്ട കഴിക്കുന്നത് മുടി അമിതമായിട്ട് കൊഴിയുന്നതൊക്കെ കുറയാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം മുട്ടയുടെ മഞ്ഞയാണെങ്കിൽ കഴിക്കുക. ഇപ്പോൾ സാൽമൺ ഫിഷൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് കഴിക്കുക. ഇലക്കറികൾ നന്നായിട്ട് കഴിക്കുക. നട്ട്സുകളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അപ്പം തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ട്രൈ ചെയ്തിട്ടും നിങ്ങൾക്ക് മുടി കൊഴിച്ചിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം.